ഇവിടെ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. എന്താണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു സെല്ല് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ത്രൂ ഔട്ട് ലൈഫ് വാട്ട് ഓൾ പ്രോസസ് ഇറ്റ് ഈസ് ഒക്കെ അതാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എ സെൽ, ഒരു സെല്ലിൻ്റെ ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആ ലൈഫ് സൈക്കിളിൽ ഒരു മേജർ ഈവൻ്റ് ആണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ആ സെൽ സൈക്കിളിൻ്റെ അകത്തുള്ള സെല്ലിൻ്റെ ഡിവിഷൻ പ്രോസസ്സ് അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ വി നോ ഓൾ ദ ലിവിങ് ഓർഗാനിസം ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് ലൈഫ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫ്, അതായത് നമ്മൾ ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ടിൽ നിന്നാണ് അത് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം സൈഗോട്ട് ഇറ്റ് വിൽ അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ ഫോം 2 cells. Then that 2 cells it will undergo again multiplication to form 4 cells. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു രൂപം, അതായത് നമുക്ക് എന്താ പറയുക, ഒരു ഓർഗാനിസത്തിൽ ബില്യൺസ് ഓഫ് സെൽസ് ഉള്ള ഒരു ഓർഗാനിസത്തിൽ അത്രയും സെൽസ് ഉണ്ടാവാനുള്ള കാരണം ആ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ഡിവിഷൻ കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ ഡിവിഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലിൻ്റെ ഉള്ളിൽ ഡിവിഷൻ നടക്കേണ്ട പല പർപ്പസ് കൊണ്ടാണ് അല്ലേ, പല പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുപോലെ അതിൻ്റെ ഗ്രോത്തിന്, ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ റിപ്പയറി പ്രോസസ്സിന് വേണ്ടിയിട്ടാവാം. ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക. പിന്നെ സെല്ല് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ജേംസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ സെൽസ്. നമുക്കറിയാം സ്പേമും എഗ്ഗിൻ്റെയൊക്കെ ഫോർമേഷന് വേണ്ടിയിട്ട്, അങ്ങനത്തെ പ്രോസസ്സിന് വേണ്ടിയിട്ടും എന്ത് നടക്കുന്നുണ്ട്, സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്ന ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ റിപ്പയറി പ്രോസസ്സിന് വേണ്ടിയിട്ട് നടക്കുന്ന സെൽ ഡിവിഷനും അതേപോലെ ജേം സെൽസിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള സെൽ ഡിവിഷനും രണ്ട് തരത്തിലുള്ളതാണ്. പക്ഷേ എന്നാലും ബോത്ത് ആർ അണ്ടർഗോയിങ് സെൽ ഡിവിഷൻ, റൈറ്റ്? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്യാനൊരു പ്രവണത കാണിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കേൺപ്ലാസം തിയറി. കേൺപ്ലാസം തിയറിയിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കേൺപ്ലാസം തിയറി പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാന്നറിയോ? ഹെർട്ട്വിഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം മേജർലി പറഞ്ഞ സെൽ ഡിവിഷൻ, ഇക്വേഷണൽ ഡിവിഷനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹെർട്ട്വിഗ്. അയാൾ മേജർലി പറഞ്ഞത് ഇക്വേഷണൽ സെൽ ഡിവിഷൻ, അതായത് ഒരു ഗ്രോത്തിനോ അല്ലെങ്കിൽ റിപ്പയറിക്കോ വേണ്ടിയിട്ട് സെല്ല് അതിൻ്റെ എക്സാക്ട് കോപ്പി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഈ കേൺപ്ലാസം തിയറിയിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വെൻ ദ കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. എന്താ കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു സെല്ല് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ കണ്ടന്റ്, അതായത് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു ന്യൂക്ലിയസിന് അത്രയും വലിയ സൈറ്റോപ്ലാസവും അതിൻ്റെ സെൽ ഓർഗനൽസിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? ന്യൂക്ലിയസ് ഓൾസോ ഹാസ് ടു ബി ഡിവൈഡഡ്. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ആവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു സെല്ലിനകത്ത് എത്ര ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ? ഒറ്റ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ദ സെൽ ഹാസ് ടു അണ്ടർഗോ ദ ഡിവിഷൻ ടു മേക്ക് ദ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഇൻ എ യൂണിഫോം മാനർ. അതായത് എല്ലാ സെൽസിലും കാണുന്ന പോലെ തന്നെ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ, ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഉണ്ടാക്കത്തക്ക രീതിയിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. Okay, so here we are studying this cell. It will undergo division for growth, repairing, and it also undergo division for the formation of sex cells. That is another type of division. So here he talked about the equational division. അതുകൊണ്ടാണ് അദ്ദേഹം ഇക്വേഷണൽ ഡിവിഷനിൽ സെല്ല് ഗ്രോ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രമാണ് ആ കംപ്ലീറ്റ് സെല്ലിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദ ഇക്വേഷണൽ ഡിവിഷൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മൈറ്റോസിസ്. അപ്പോൾ സെൽ ഡിവിഷൻ മൈറ്റോസിസിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, മൈറ്റോസിസ് നടക്കാനുള്ള കാരണം ടു മെയിൻറ്റെയിൻ ദ ന്യൂക്ലിയോപ്ലാസ്മിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം റേഷ്യോ ടു മെയിൻറ്റെയിൻ ഇറ്റ് വിൽ അണ്ടർഗോ ഡിവിഷൻ. ഇനി
സെൽ സൈക്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ നടക്കുന്നത് ദ സെൽ വിൽ അണ്ടർഗോ ഗ്രോത്ത്, ന്യൂക്ലിയസ് ഇറ്റ് വിൽ അണ്ടർഗോ replication or synthesis of extra copies of DNA, and we can see the cytoplasm is undergoing, nucleus and cytoplasm will undergo division. അങ്ങനെ ഒരു coordinated mannerൽ cell growth it will occur, and DNA synthesis it occurs, and cytokinesis it will occur, or the karyokinesis and cytokinesis it occurs in a cell cycle. Karyo എന്ന് പറഞ്ഞാൽ സെൽ ന്യൂക്ലിയസ്, സൈറ്റോ എന്ന് പറഞ്ഞാൽ സെൽ, കൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. സോ ഹിയർ ഈ ദിസ് സെൽ ഡിവിഷൻ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് 3 പ്രോസസ്സ് ഒരു കോർഡിനേറ്റഡ് വേയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സെൽ സൈക്കിൾ നടക്കുന്ന ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ആ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന പ്രോസസ്സ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോസസ്സാണ് സെൽ ഗ്രോത്തും അതേപോലെ DNA സിന്തസിസും. ഓക്കെ, സോ ഈ സെൽ ഗ്രോത്തും DNA സിന്തസിസും നടക്കുന്നത് സെൽ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന സെല്ലിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും. അതായത് സെൽ സൈക്കിളിൻ്റെ അകത്ത് സെൽ ഡിവിഷൻ നമ്മൾ കാണുമ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിന് ഒരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ടാവും. ഈ പ്രിപ്പറേറ്ററി ഫേസ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്തിലേക്ക് കടക്കുള്ളൂ, ഡിവിഷൻ പ്രോസസ്സിലേക്ക് കടക്കുള്ളൂ. അതായത് ആ സെല്ല് ഡിവൈഡ് ചെയ്ത് പോവുള്ളൂ. സോ ഫസ്റ്റ് വി വിൽ സീ ദ ഡിവിഷൻ, ഇക്വേഷണൽ ഡിവിഷൻ, ദാറ്റ് ഈസ് മൈറ്റോസിസ്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു വെക്കാം, മൈറ്റോസിസിനെ പോലെ തന്നെ ഒരു റിഡക്ഷൻ ഡിവിഷൻ ഉണ്ട്. അതായത് ന്യൂക്ലിയസ് ഹാഫായിട്ട്, ന്യൂക്ലിയർ കണ്ടന്റ് ഹാഫ് വീതം മതി, അതായത് ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഒരു ഹാപ്ലോയിഡ് സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവിഷനാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ക്രോമസോംസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ഹാഫ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് മിയോസിസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മേജർ ആയിട്ട് പഠിക്കാൻ പോകുന്ന മൈറ്റോസിസും മിയോസിസും ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ ആണെങ്കിലും മിയോട്ടിക് ഡിവിഷൻ ആണെങ്കിലും അതിൻ്റെ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. സോ the phases of the cell cycle, when we see, it will be having an interphase or preparatory phase, and it will be having a kinesis phase or M phase, mitotic or meiotic phase. ആ mitotic phaseൽ നമുക്ക് karyokinesis കാണാൻ പറ്റും, cytokinesis കാണാൻ പറ്റും. Okay, so we will study first the preparatory phase, that is the common phase for both mitosis and meiosis. So first cell division, in that we can see a preparatory phase. Cell is preparing for the division, and this is also called as interphase. ഇതിനെ നമുക്ക് interphase എന്നും പറയാം. This is a common for both mitosis and meiosis. മൈറ്റോസിസിനും മിയോസിസിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രിപ്പറേറ്ററി ഫേസ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് പ്രിപ്പറേറ്ററി ഫേസ്? ഓരോ സെല്ലും അതിന് ഡിവിഷന് മുമ്പ് ആ ഡിവിഷന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഫേസ് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും. ഈ പ്രിപ്പറേറ്ററി ഫേസ് എല്ലാത്തിനകത്തും കുറച്ച് ലെങ്തി ആയിരിക്കും, എല്ലാ സെല്ലിൻ്റെ ഉള്ളിലും കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽ ഡിവിഷൻ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദിസ് സെൽ സൈക്കിൾ വെൻ വി സി, we can see this preparatory phase as well as the M phase or the kinetic phase. That will be showing a different time duration. അതായത് ഓരോ സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ സെല്ലിനും ഡിവൈഡ് ചെയ്യാൻ വേണ്ട ടൈം ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇഫ് യു സീ ഇൻ ദ കേസ് ഓഫ് സ്മോളസ്റ്റ് ഓർഗാനിസം എസ്കറീഷ്യ കൊളൈ, എസ്കറീഷ്യ കൊളൈയുടെ ഒക്കെ ഡിവിഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേറ്ററി ഫേസിന് 18 മിനിറ്റ് ആണ് വേണ്ടത്. അതിൻ്റെ കൈനറ്റിക് ഫേസിന് അല്ലെങ്കിൽ അതിൻ്റെ കൈനസിസിന് അല്ലെങ്കിൽ ഡിവിഷന് വേണ്ടത് 2 മിനിറ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, പ്രിപ്പറേറ്ററി ഫേസ് 18 മിനിറ്റും ഡിവിഷൻ 2 മിനിറ്റും ആണ്. അപ്പോൾ ടോട്ടൽ 20 മിനിറ്റ്സ് ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ
ഡിവിഷൻ ഫോർ 1 division ഓഫ് എസ്ക്രീഷ്യ കൊളൈ. അതേപോലെ ഈസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം 90 മിനിറ്റ് ആണ്, 1.5 മണിക്കൂറാണ് ഒരു ഈസ്റ്റ് സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. നമ്മളിപ്പോൾ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പുളിപ്പിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും മിനിമം 1.5 hour വി നീഡ് ടു ഗീവ് ദ ഇൻക്യുബേഷൻ ഫോർ ഫെർമെൻറ്റേഷൻ നമ്മൾ പറയാറുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ആ ഈസ്റ്റിന്റെ ഡിവിഷന് വേണ്ടത് 90 minutes ആണ് മിനിമം. അതേപോലെ ഹ്യൂമൻ സെൽ എടുത്താൽ ഹ്യൂമൻ സെൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡിവിഷൻ ഇൻ 24 hours. ഓക്കെ, 24 മണിക്കൂറാണ് ഹ്യൂമൻ സെല്ലിന്റെ ഡിവിഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് ഒരു ദിവസം ഏകദേശം 95% സമയവും അത് സ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ഇന്റർഫേസിലാണ് അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേറ്ററി ഫേസിലാണ്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രിപ്പറേറ്ററി ഫേസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 23 മണിക്കൂറായിരിക്കും. അതിൽ 1 മണിക്കൂർ മാത്രമാണ് അത് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ, ഡിവിഷന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ആ ഡിവിഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആയിരിക്കും 23 മണിക്കൂറും. അത് കഴിഞ്ഞ് വരുന്ന 1 മണിക്കൂർ മാത്രമാണ് ഡിവിഷൻ എടുക്കുക. സോ ഹിയർ വി വിൽ സീ വിച്ച് ആർ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദിസ് cell division that we will just represent with a diagram. See here, this is starting its division. This is one preparatory phase. This is one preparatory phase, and we can see the next stage of preparatory phase. We can see here, and another stage of preparatory phase we can see here, and we can see another stage of preparatory phase. Division stages here. Okay, ഇനി എന്തൊക്കെയാണ് ഈ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത്? പ്രിപ്പറേറ്ററി ഫേസിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ അതിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെടണം, അതാണ് നമ്മുടെ പ്രിപ്പറേറ്ററി ഫേസിൽ നടക്കുക. ഈ പ്രിപ്പറേറ്ററി ഫേസിൽ മേജർ ആയിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. വൺ ഈസ് G1 സ്റ്റേജ്, ഒന്ന് G1 സ്റ്റേജ് ആണ്, ഒന്ന് S ഫേസ്. Okay, next one is G2 stage. G1 phase, S phase, G2 phase, and next one is M phase. M phase that include both karyokinesis as well as cytokinesis. M phase karyokinesis cytokinesis കൂടി കൂടിയതാണ്. So here this we can say as karyokinesis. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ karyokinesis എന്ന് പറയും. Okay, and this stage it is cytokinesis. ഇതാണ് സൈറ്റോകൈനസിന്റെ സ്റ്റേജ്. അതായത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് സെല്ല് വന്നിട്ട് ഡിവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹിയർ ദിസ് M phase again it will be divided into 4 stages, that is prophase, metaphase, anaphase, telophase. ഇതിനെ നമുക്ക് വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. So that will be prophase, metaphase, anaphase and telophase. ഇത് നമുക്ക് പിന്നെ പഠിക്കാം, സൈറ്റോകൈനസിസും പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് G1 ഫേസും S ഫേസും G2 ഫേസും ആണ്. അത് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ഹ്യൂമൻ സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 24 മണിക്കൂറാണെന്നും അതിനകത്ത് 23 മണിക്കൂർ പ്രിപ്പറേറ്ററി ഫേസിനും 1 മണിക്കൂർ എം ഫേസിനുമാണ് എടുക്കുന്നത്. ഈ എം ഫേസ് എന്ന് പറയുന്ന മൈറ്റോട്ടിക് ഫേസ് ആണ് കേട്ടോ. മൈറ്റോട്ടിക് ഫേസ് ഹിയർ നമ്മൾ മൈറ്റോസിസ് ആണല്ലോ ഫസ്റ്റ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈറ്റോട്ടിക് ഫേസ് എന്ന് ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ മിയോട്ടിക് ഫേസ്. സോ ഹിയർ ഈ G1 ഫേസിന്റെയും S ഫേസിന്റെയും G2 ഫേസിന്റെയും ഡ്യൂറേഷൻ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ സെൽ ഡിവിഷൻ നമുക്കൊന്ന് നോക്കാം. G1 ഫേസിൽ ഇത് ഏകദേശം 10 മുതൽ 11 മണിക്കൂർ വരെ G1 ഫേസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. 10 to 11 hours it will stay in the G1 phase. G1 ഫേസിൽ നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്തോളാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർഫേസ് ഇറ്റ് ഹാസ് G1, S, G2. G1 phase where the major synthesis of RNAs it will occur. RNA synthesis maximum നടക്കുന്നത് G1 സ്റ്റേജിലാണ്. So here it will synthesize mRNA. mRNA synthesis നടക്കും. tRNA, rRNA synthesis it occurs. What is this mRNA? Messenger RNA. tRNA എന്താ? Transfer RNA. അതേപോലെ rRNA it is ribosomal RNA. Major RNA synthesized in the G1 phase it is mRNA. Majorly അത് synthesize ചെയ്യുന്ന mRNA ആണ്. അതേപോലെ rRNA ഒരുപാട് സിന്തസൈസ് ചെയ്യും, tRNA ഒരുപാട് സിന്തസൈസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസ് ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, കാരണം എന്താ, ഇത് സിന്തറ്റിക് ഫേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ
ഇവിടെ ഒരുപാട് പ്രോട്ടീൻസിന്റെ റിക്വയർമെന്റ് ഉണ്ട് ആസ് എൻസൈംസ് ആയിട്ട് അവർക്ക് ഒരുപാട് പ്രോട്ടീൻസ് വേണ്ടി വരും. ഓക്കെ, നൗ other cytoplasmic materials and subcellular structures are also formed in this. Cytoplasmic materials. എന്താ cytoplasmic material എന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഓർഗനൽ ആൻഡ് സബ്സെല്ലുലാർ സ്ട്രക്ചർ. സബ്സെല്ലുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലുലാർ ഓർഗനൽസ് തന്നെയാണ് കേട്ടോ. സബ്സെല്ലുലാർ സ്ട്രക്ചറിന്റെ ഫോർമേഷൻ നടക്കുന്നത് ഏത് ഫേസിലാണ്? G1 ഫേസിലാണ്. ഈ G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ്. ഗ്യാപ്പ് 1 ഫേസ്. Okay, so here this G1 phase, it will help in the growth of the cell as well as it will produce many proteins as well as the RNAs. Here the protein which is produced, that will be enzyme which is used for the DNA replication. DNA replication വേണ്ടിയിട്ടുള്ള എല്ലാ എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന G1 ഫേസിലാണ്. അതേപോലെ ഈ DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതിന്റെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വേണ്ടേ? എന്തൊക്കെയാണ് DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് മോളിക്യൂള്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് deoxyribonucleotide is needed, nitrogen base is needed, as well as the phosphoric acid is needed. ഇതിൻ്റെയൊക്കെ സിന്തസിസ് നടക്കുന്ന ന്യൂക്ലിയോടൈഡ്സിന്റെ സിന്തസിസ് നടക്കുന്ന ന്യൂക്ലിയോടൈഡിന്റെ ഓരോ കമ്പോണന്റിന്റെ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? G1 ഫേസിലായിട്ടാണ് നടക്കുക. ഓക്കെ, അതേപോലെ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്താലും ഡിവൈഡ് ചെയ്തില്ലെങ്കിലും G1 ഫേസിലിരിക്കുന്ന ഒരു സെല്ല് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സെല്ല് തന്നെയാണ്. നമ്മൾ പറയും G1 ഫേസിലിരിക്കുന്ന ഒരു സെല്ല് റെസ്റ്റിംഗ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഇന്റർഫേസിലിരിക്കുന്ന ഒരു സെല്ല് റെസ്റ്റിംഗ് സ്റ്റേജിൽ, അത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന്. പക്ഷെ റെസ്റ്റിംഗ് സ്റ്റേജിലാണെങ്കിൽ പോലും ഹൈ മെറ്റാബോളിക് ആക്ടിവിറ്റി കാണിക്കും ഇത് ആ G1 ഫേസിലിരിക്കുമ്പോൾ. ഇനി ഈ G1 ഫേസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സെല്ല് ചിലപ്പോൾ അത് G2 ഫേസിലേക്ക് S ഫേസിലേക്ക് എൻ്റർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്ത് സിന്തറ്റിക് ഫേസിലേക്ക് പോരാം. ചിലപ്പോൾ എന്താവും, അത് അവിടെ തന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ അത് അറസ്റ്റ് ആയി പോകും. ചിലപ്പോൾ എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി ഡിവൈഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ദാറ്റ് വിൽ ജമ്പ് ബാക്ക് ടു G0 ഫേസ്. G0 ഫേസിലേക്ക് പോവാം. അങ്ങനെ G0 സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് quiescent stage. So the cell which is present in G1 stage, it can move to synthetic phase. സിന്തറ്റിക് ഫേസിലേക്ക് മൂവ് ചെയ്യാം. അതായത് ഇന്റർഫേസിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇറ്റ് മേ arrest at certain stage of G1 phase, or it will go back to G0 phase or quiescent stage. It go back to G0 stage or quiescent stage. ഇനി എന്താ ഈ G0 സ്റ്റേജ് അല്ലെങ്കിൽ ക്യൂസെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ കംപ്ലീറ്റ് ഡിവിഷൻ കപ്പാസിറ്റി തീർന്നു. ഇനി അത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല എന്ത് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഡിഫറൻഷിയേഷൻ നടന്ന് റെസ്റ്റ് എടുക്കുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യൂസെന്റ് സ്റ്റേജ് എന്ന് പറയാം. നമ്മുടെ നെർവസ് സെൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം നെർവസ് സെൽ ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ ഡിവിഷൻ. അപ്പോൾ അത് G1 ഫേസിലാണ് ഇരിക്കുന്നതെങ്കിൽ G1 ഫേസിലേക്ക് എൻ്റർ ചെയ്താൽ പോലും ദാറ്റ് വിൽ ഗോ ബാക്ക് ടു G0 സ്റ്റേജ് ആസ് ക്യൂസെന്റ് സ്റ്റേജ്. They will never undergo next division. RBC നമുക്കറിയാം, RBC മെച്യൂർ RBCയുടെ ഉള്ളിൽ ന്യൂക്ലിയസ് പോലുമില്ല. പിന്നെ ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്യുന്നത്? there is no possibility of division of RBC. അതും ക്യൂസെന്റ് സ്റ്റേജിലിരിക്കുന്ന. അതേപോലെ നമ്മുടെ മസിൽ സെല്ലിനും ഡിവിഷൻ ഇല്ല. കാർഡിയാക് മസിലിനൊന്നും ഡിവിഷൻ ഇല്ല. ഇറ്റ് ക്യാൻ അണ്ടർഗോ ജസ്റ്റ് ഡെവലപ്മെന്റ്. അവരൊരിക്കലും റീജനറേഷൻ നടക്കാത്ത സെൽസ് ആണ്. സോ ദാറ്റ് ഓൾസോ വിൽ ഗോ ബാക്ക് ടു G0 സ്റ്റേജ്. ഓക്കെ, സോ G1 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അതിനെ ഗ്യാപ്പ് 1 സ്റ്റേജ് എന്ന് പറയും. ഈ ഗ്യാപ്പ് 1 സ്റ്റേജ് ഹ്യൂമൻ ബീങ്സിൽ 10 to 11 hours എടുക്കും. അവിടെ നടക്കുന്ന മേജർ പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറേ പ്രോട്ടീൻസ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഫോർ ദ സിന്തറ്റിക് ഫേസ്. ആ പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് RNAയുടെ റിക്വയർമെന്റ് ഉണ്ട്. rRNAയും tRNAയും mRNA ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ mRNA ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർക്ക് ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനുള്ളതാണ്. അതേപോലെ സെല്ല് ഗ്രോ ചെയ്യും. സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഒക്കെ കൂടി തുടങ്ങുന്നത് G1 ഫേസിലാണ്. G1 ഫേസിൽ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എല്ലാം ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിന്റെ നമ്പർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എവിടെയാണ്? G1 സ്റ്റേജിലാണ്. അതേപോലെ വി ക്യാൻ സീ ദിസ്
enzyme for the DNA replication that will be produced in the G1 stage. നമ്മൾ പറഞ്ഞ പ്രോട്ടീൻസ്, എൻസൈംസ് ഒക്കെ പ്രോട്ടീൻസ് ആണ് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു DNA replication വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് മോളിക്യൂള്, അതായത് DNA കമ്പോണൻസ്, ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിയോക്സിറൈബോ ഷുഗർ, phosphoric acid as well as the this one nitrogen bases. ഇതൊക്കെ ഉണ്ടാവുന്ന ഏത് സ്റ്റേജിലാണ്? G1 സ്റ്റേജിലാണ്. ഇനി G1 സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്ത ഒരു സെല്ല്, അതിന് 3 ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഇത് G1 സ്റ്റേജിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ അത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അത് അറസ്റ്റ് ആയി പോകും. അപ്പോൾ അത് G1 സ്റ്റേജിൽ തന്നെ ഇരിക്കും. ഈ അറസ്റ്റ് ആയ സെല്ല് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എങ്ങോട്ട് എൻ്റർ ചെയ്യാം? സെൽ ഡിവിഷനിലേക്ക് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ എൻ്റർ ഓട്ടോമാറ്റിക്കലി ഇൻ ടു സിന്തറ്റിക് ഫേസ്. അത് ഡിവിഷൻ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ സിന്തറ്റിക് ഫേസിലേക്ക് എൻ്റർ ചെയ്യും. അതല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിവിഷൻ കപ്പാസിറ്റി ഒക്കെ പോയി, ഇനി അത് ഡിവിഷൻ ചെയ്യാൻ പോകുന്നില്ല, കംപ്ലീറ്റ്ലി മെച്ചുവർ സെല്ലാണ്, ഡിഫറൻഷിയേറ്റഡ് സെല്ലാണെങ്കിൽ ദാറ്റ് മേ ഗോ ബാക്ക് ടു G0 സ്റ്റേജ്. G0 സ്റ്റേജ് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ക്യൂസൻ സ്റ്റേജ്. ക്യൂസൻ സ്റ്റേജിൽ ഇരിക്കുന്ന സെൽസിന് കുറേ എക്സാമ്പിൾസ് ആണ് നെർവ് സെൽസ്, മസിൽ സെൽസ്, RBC. Okay, so this much is clear about G1 stage. Now we are going to see the next stage, S phase. S phase, it will be lasting around 8 to 9 hours in the case of human cells. 8 to 9 hours ആണ് നമുക്ക് ഈ സിന്തറ്റിക് ഫേസ് കാണാൻ കഴിയുക. സിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ where we can see synthesis of DNA. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ്. The synthetic phase is the major phase where the DNA replication it occurs. So here synthetic phase where the DNA replication we can see. DNA replication നടക്കുന്ന phase ആണ് synthetic phase. അതേപോലെ തന്നെ in this phase the histone proteins are produced. നമുക്കറിയാം histone proteins എന്തിനു വേണ്ടിയിട്ടുള്ള? The basic protein which will help in winding the DNA on its surface, right? അപ്പോൾ histone protein synthesis നടക്കുന്നത് എവിടെയാണ്? S phase-ലാണ്. അതേപോലെ we can see in the case of animal cell, animal cell-ന്റെ കേസിൽ സെൻട്രോസോമിന്റെ ഡിവിഷൻ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. ആനിമൽ സെല്ലിന്റെ കേസിൽ സെൻട്രോസോമിന്റെ ഡിവിഷൻ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സെൻട്രോസോം ഡിവിഷൻ ഇറ്റ് occurs in this stage. ഓക്കെ, ഈ സെൻട്രോസോം ഡിവിഷൻ നടക്കുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ. ഓക്കെ, now in the case of human synthetic phase, we can see 8 to 9 hours it will be lasting. Synthetic phase 8 മുതൽ 9 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുക. അതിനകത്ത് മേജർ ഇവന്റ് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് DNA ആണ്. DNA replication നടക്കും. DNA replication നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇന്റർഫേസിലെ DNA എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. DNA will be present in the form of chromatin thread. Is it? ഈ ക്രോമാറ്റിൻ ത്രെഡിന് എന്തുണ്ടാവും? കൈനറ്റോകോർ റീജിയൻ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും അല്ലേ. അപ്പൊ ഞാൻ ഇവിടുത്തെ കൈനറ്റോകോർ റീജിയൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. Now when this is undergoing the replication it will form its sister chromatid. ഇത് എന്ത് ഫോം ചെയ്യും? ഇതിന്റെ സിസ്റ്റർ chromatid ഫോം ചെയ്യും. See here, this is the sister chromatid of this one. These both are two sisters അല്ലേ. അപ്പൊ ഒരു ക്രോമസോം അത് ഡിവിഷൻ നടന്നിട്ട് അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടിയായിരിക്കും റിമെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 46 ക്രോമാറ്റിൻ ത്രെഡ്സ് ആണുള്ളത് സിന്തറ്റിക് ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സെല്ലിന്റെ ഉള്ളിൽ. ഇനി നമ്മൾ ഈ DNA റിപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ 46 ക്രോമസോം എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? 23 പെയേഴ്സ് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്ലോയിഡ് നമ്പർ ക്രോമസോം ഉള്ള ഓർഗാനിസം ആണ് നമ്മൾ. അതായത് ക്രോമസോമിന്റെ നമ്പർ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഒരു സിംഗിൾ പെയർ ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ നമ്മൾ ഈ DNA നോക്കിക്കഴിയുമ്പോൾ, ഈ ക്രോമസോമിനെ നോക്കിക്കഴിയുമ്പോൾ സിന്തറ്റിക് ഫേസ് കഴിയുമ്പോൾ ഓരോ ക്രോമസോമിലും അതിന്റെ കണ്ടന്റ് ഡബിൾ ആയിട്ടുണ്ട് അല്ലേ. ഒരു ക്രോമസോം എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്രോമാറ്റിൻ ത്രെഡ് എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്രോമാറ്റിൻ ത്രെഡിന്റെ കൂടെ ഒരു സിസ്റ്റർ ക്രോമാറ്റിൻ ത്രെഡും കൂടെ വന്നപ്പോൾ എന്തായി? അതിന്റെ എക്സാക്ട് കോപ്പിയല്ലേ സിസ്റ്റർ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കണ്ടന്റ് വന്ന് ഡബിളായി. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? നമ്പർ കൂടി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ സിന്തറ്റിക് ഫേസ് കഴിയുമ്പോൾ the number of the chromosomes it will be remain as 2n. 2n is nothing but the diploid condition. So the number it will be remain as 2n, and the content of DNA, if we are considering in the beginning synthetic phase nu mumbe 2n number of chromosome ile 2c concentration of DNA undenundengil adendai 2c into 2, that is 4c concentration. So the concentration of the DNA or content of DNA it will become 4c.
ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും DNA നമ്പർ കൂടുതൽ കാണാൻ കഴിയില്ല. കാരണം എന്താ, കൈനറ്റോകോർ റീജിയൻ തമ്മിൽ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ട് കൈനറ്റോകോർ കൂടി പിടിച്ച് സിസ്റ്റർ ക്രോമാറ്റിഡ് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ക്രോമസോം എപ്പോഴും സിംഗിൾ ക്രോമസോം രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ കണ്ടന്റ് മാത്രമാണ് ഡബിൾ ആവുക. ഇത് ഓർത്തിരുന്നുള്ളൂ കേട്ടോ. സോ എ 2n number of chromosome containing cell, when it is undergoing synthetic phase, it will remain in 2n condition, but the 2C concentration of the DNA of the same nucleus will be increased to 4C concentration or 4C content, because each DNA present or each chromatin thread present in the nucleus will undergo division and it is not getting separate from the master strand. അല്ലെങ്കിൽ അതിന്റെ parental strand ന്ന് സെപ്പറേറ്റ് ആവുന്നില്ല. So as it is remaining together, the number of the chromosome, it is not increasing, only the content of DNA will be increased to double. Okay, so synthetic phase, after that we can see the content of the DNA is doubled by keeping the number uniform as in the interphase stage, അല്ലെങ്കിൽ as in a normal cell. നോർമൽ സെല്ലിലെ പോലെ തന്നെ 2n കണ്ടീഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷെ അതിന്റെ ക്രോമസോമിന്റെ കണ്ടന്റ് ഡബിൾ ആയിട്ട് മാറും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇറ്റ് ഈസ് G2 stage. G2 stage where we can see gap 2 phase. അത് നമ്മൾ gap 2 phase എന്ന് പറയും. gap 2 phase എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ RRNA ആൻഡ് പ്രോട്ടീൻ സിന്തസൈസ്ഡ് ഹിയർ ഇൻ ദ G2 phase. RRNA കുറേ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട് G2 phase. അതേപോലെ ട്യൂബുലിൻ പ്രോട്ടീൻ ഫോർ ദ സ്പിൻഡിൽ ഫോർമേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ G2 stage. ഓക്കെ, സ്പിൻഡിൽ ഫൈബറിന് വേണ്ടിയിട്ടുള്ള ട്യൂബുലിൻ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ട്യൂബുലിൻ പ്രോട്ടീന്റെ സിന്തസിസ്, ട്യൂബുലിൻ പ്രോട്ടീൻ ഫോർ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഈസ് occurring in this stage. സ്പിൻഡിൽ ഫൈബർ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ട്യൂബുലിൻ പ്രോട്ടീനും അതുപോലെ തന്നെ സെൽ ഗ്രോത്ത് നടക്കും, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്ന ഗ്യാപ് 2 സ്റ്റേജിലാണ് കേട്ടോ. G2 സ്റ്റേജിലാണ് ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നത്. Now if you see this G2 stage, its length is 4 hours. 4 hours ആണ് G2 സ്റ്റേജിന്റെ ലെങ്ത് വന്നിട്ട്. 4 മണിക്കൂർ കൊണ്ട് അത് G2 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും. G2 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന്റെ കണ്ടന്റ് കൂടുതലാണ് അല്ലേ, അതിന്റെ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ അതിന്റെ ഉള്ളിൽ നിറയെ പ്രോട്ടീൻസ് ആണ്. അതേപോലെ ദിസ് സെൽ ഹാസ് ടു ബി ഡിവൈഡഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ വോളിയം അതിന്റെ സർഫസ് ഏരിയനേക്കാൾ ഒക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പൊ ആ സർഫസ് ഏരിയ കുറച്ച് കൂട്ടണം ബൈ സ്പ്ലിറ്റിംഗ് ദ സെൽ ഇൻടു 2, ബൈ സ്പ്ലിറ്റിംഗ് ദ ന്യൂക്ലിയസ് ഇൻടു 2. അതാണ് അടുത്ത പ്രോസസ് അല്ലെങ്കിൽ M ഫേസിൽ നടക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ഈ G1 ഫേസിന് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയാം. അതെന്തുകൊണ്ടാ, മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞു വരുന്നതുകൊണ്ടാണ് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പറയുന്ന G1 ഫേസിന് തന്നെ പ്രീ സിന്തറ്റിക് ഫേസ് എന്ന് പറയാം. കാരണം എന്താ, സിന്തറ്റിക് ഫേസിന് മുമ്പായിട്ടാണ് ഗ്യാപ് 1 ഫേസ് വരിക. അതുകൊണ്ട് പ്രീ സിന്തറ്റിക് ഫേസ് എന്ന് പറയാം. ഈ സിന്തറ്റിക് ഫേസിന് പോസ്റ്റ് G1 ഫേസ് എന്ന് പറയാം, പോസ്റ്റ് G1 ഫേസ് എന്നും പറയാം, പ്രീ G2 ഫേസ് എന്ന് പറയാം. ഞാനത് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഇതിങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എസ് ഫേസ് ഈസ് പോസ്റ്റ് G1 ഫേസ്, പോസ്റ്റ് G2 ഫേസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എസ് ഫേസ് എന്ന് പറയുന്നത് G1 കഴിഞ്ഞിട്ട് വരുന്നതാണ്. സോ പോസ്റ്റ് G1 ഫേസ് ആൻഡ് പ്രീ G2 ഫേസ്, G2 ഫേസിന് മുമ്പുള്ളതാണ്. അതേപോലെ G2 ഫേസ് ഇറ്റ് ഈസ് പോസ്റ്റ് സിന്തറ്റിക് ഫേസ് ആൻഡ് പ്രീ മൈറ്റോട്ടിക് ഫേസ്. പ്രീ മൈറ്റോട്ടിക് ഫേസ് ആണ് G2 ഫേസ്. വിച്ച് ഈസ് ദ പ്രീ മൈറ്റോട്ടിക് ഫേസ്? G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ് എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പൊ പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും G2 ഫേസ് ആണ്. G1 ഫേസ് എന്താ, പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. അത് നമ്മൾ കാണാതെ പഠിച്ചതിന്റെ കാര്യമല്ല, നമ്മൾ ആ സൈക്കിൾ ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നൗ ദ നെക്സ്റ്റ് വൺ we said if the cell is not dividing in after the interphase, it will go back to its G0 stage, that is called as the quiescent stage. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിന്റെ പ്രിപ്പറേറ്ററി ഫേസിൽ നടക്കുക. ഇനി നമ്മൾ പറയാത്ത ഒരു കാര്യമുണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ സെൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് മാത്രം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്നതാണ്.
ആ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി സിന്തസൈസ്ഡ് ഇൻ G1 phase, S phase ആൻഡ് G2 phase. G1 ഫേസിലും കുറച്ച് സിന്തസൈസ് ചെയ്യും, S ഫേസിലും കുറച്ച് സിന്തസൈസ് ചെയ്യും, G2 ഫേസിലും സിന്തസൈസ് ചെയ്യും. ഇനി സെല്ലിന്റെ ഗ്രോത്ത് മേജറായിട്ട് നടക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ G1 ഫേസിലാണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻ മേജറായിട്ട് സിന്തസൈസ് ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ S ഫേസിലാണ്. അതുപോലെ സെൻട്രിയോളും സെൻട്രോസോമും ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ഏത് ഫേസിലാന്ന് ചോദിച്ചാൽ സിന്തറ്റിക് ഫേസിലാണ്. അതേപോലെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇൻ പ്ലാന്റ്സ് ദ സെൻട്രോസോം ഈസ് ഡിവൈഡഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ. പ്ലാന്റ്സിനകത്ത് സെൻട്രോസോം ഇല്ല. അപ്പം നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നൺ ഓഫ് ദീസും ഓൾ ഓഫ് ദീസും ഓപ്ഷൻ എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല അത് ചോദിക്കുമല്ലോ എന്ന്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ. അതേപോലെ ഇതിന്റെ ഓരോന്നിന്റെ ലെങ്ത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാനത് നിങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എസ്ക്രീഷ്യ കൊളയുടെ ചോദിച്ചിട്ടുള്ളതാണ്, ഈസ്റ്റിന്റെ ചോദിച്ചിട്ടുള്ളതാണ്, ഹ്യൂമൻ സെല്ലിന്റെയും ചോദിച്ചിട്ടുള്ളതാണ്. ടുഗദർ ആയിട്ടോ ചോദിച്ചിട്ടുള്ളൂ. 24 hours ആണ് ഒരു സെൽ ഡിവിഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ഗ്യാപ്പ് 1 ഫേസ് എങ്ങനെയാ, പ്രീ പോസ്റ്റ്, എസ് ഫേസ് പ്രീ പോസ്റ്റ് എന്താണ്, G2 ഫേസ് പ്രീ പോസ്റ്റ് എന്താണ്, മൈറ്റോട്ടിക് ഫേസ് ഈസ് ദ പോസ്റ്റ് G2 ഫേസ് ഓർ പ്രീ G1 ഫേസ്, അതൊക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. Now the next one which we have to study the M phase of mitosis, that we will study in the next session.